എന്താ ന്യൂറോപ്ലാസ്റ്റിസിറ്റി? നമ്മുടെ മൈൻഡിന് പ്രത്യേകതയുണ്ട്. എന്തും പഠിച്ചെടുക്കാനും അതുപോലെ തന്നെ ഓർമ്മ വയ്ക്കാനും വളരാനും ഒരു കഴിവ് ആർക്കുണ്ട്? ഹ്യൂമൻ ബ്രെയിനുണ്ട്. നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയായി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന്. ഏതു പ്രായത്തിലും പഠിക്കാം. പഠിക്കുന്തോറും വളരുന്ന സാധനമാണ് എന്ത്? ബ്രെയിൻ എന്ന് പറയുന്നത്. 50 വയസ്സിലും പഠിക്കാം, 60 വയസ്സിലും പഠിക്കാം. നമ്മൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്രെയിൻ ചുരുങ്ങി പോവുക ചെയ്യുക. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പറമ്പ്, ഈ പറമ്പിലേക്ക് നമ്മൾ അങ്ങോട്ട് കടക്കണില്ല. എന്താ സംഭവിക്കുക? മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാട് പിടിക്കും അല്ലേ? നമുക്ക് കടക്കാൻ പറ്റാത്ത അത്ര കാട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ പറമ്പിലേക്ക് കടന്നു, നമ്മളൊരു നടവഴി ഉണ്ടാക്കി. ചിലപ്പോൾ നമ്മൾ കത്തി എടുത്തിട്ടൊന്ന് വെട്ടി ഒരു നടവഴി ഉണ്ടാക്കി. നമ്മൾ ആ നടവഴി കൂടെ നടന്നു, അടുത്ത പറമ്പിലേക്ക് പോയി. പിറ്റേ ദിവസം വീണ്ടും ഇതേ നടവഴി കൂടെ നമ്മൾ നടന്നു, അടുത്ത ദിവസം വീണ്ടും നടന്നു. 1-2 ആഴ്ച കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ നടവഴി കൃത്യമായി തെളിഞ്ഞു കാണാൻ സാധിക്കും. ഇതാണെന്ത്? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഒരു വഴി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ? എന്ത് കാര്യം ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് മാറുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാവും, രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടി റിലാക്സ്ഡാവും. അങ്ങനെ ചെയ്ത് 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 ഓട്ടോമാറ്റിക് നമ്മൾ എന്തായിട്ട് മാറും? നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് മാറും. അപ്പൊ CA കോഴ്സ് പഠിക്കാൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ CMA പഠിക്കാൻ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ടഫാണ്. ആകെ കാടൊക്കെ പിടിച്ച് ഭയങ്കര ടഫായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഫസ്റ്റ് ഒന്ന് വഴി വെട്ടി ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ഏതിലേക്ക് എത്തിയിട്ടുണ്ടാവും? ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമുക്കത് എളുപ്പമായി അവസാനം എന്താ? നമുക്ക് വഴങ്ങുന്ന ഒരു സാധനമായിട്ട് ഇത് മാറിയിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂട്ടുക? ഇപ്പൊ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർ ആദ്യം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ബോധപൂർവം അല്ലേ? ബ്രേക്ക്, ക്ലച്ച്, ഗിയർ ഇതെല്ലാം കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ മാറുന്നത്. ഇപ്പോൾ ഗിയർ മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കും. ആദ്യം ക്ലച്ച് കൊടുക്കണം, അങ്ങനെ ഓരോന്ന് ചിന്തിക്കും. നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു, നിങ്ങൾ വാഹനമായിട്ട് റോഡിലേക്ക് പോയി കുറെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കുകയോ? ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ചും ബ്രേക്കും ഗിയറും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്തുകൊണ്ടാണ്? അവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സംഭവിച്ചു. നിങ്ങൾക്കത് വഴങ്ങാം അല്ലേ? ഇപ്പൊ ഈ റുബിക്സ് ക്യൂബ് കളിക്കുന്നുണ്ടോ? നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ആദ്യം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും അല്ലേ? നിങ്ങൾ നിരന്തരമായിട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അനായാസമായിട്ട് ചെയ്യാൻ സാധിക്കില്ലേ? ചെസ് കളിക്കുന്നവരെ, ചെസ് കളിക്കുന്ന വളരെ നല്ല മൈൻഡ് ഗെയിമാണ് കേട്ടോ. ചെസ് കളിക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. നിരന്തരമായിട്ട് ചെസ് കളിക്കുന്നവർ എന്താ സംഭവിക്കുക? നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സംഭവിക്കുന്ന പറയണത്. മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗങ്ങളാണ് മൈൻഡ് ഗെയിംസ്, പസിൽസ്, ചെസ് ഇതെല്ലാം കളിക്കുക. അതേപോലെ തന്നെ കാൽക്കുലേറ്റർ ഇല്ലാതെ, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ടായിരിക്കും നിങ്ങൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ കൂട്ടുക, കുറയ്ക്കുക, മൾട്ടിപ്പിൾ ചെയ്യുക, ഇതെല്ലാം നിങ്ങൾ പരിശീലിച്ച് നോക്കുക. വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും എന്താ ചെയ്യുക? ആകെ 4 സാധനമാണെങ്കിൽ പോലും ലിസ്റ്റ് എഴുതി പോക്കറ്റിൽ വെക്കും അല്ലേ? എന്തുകൊണ്ടാണ് ചെയ്തു വെക്കണത്? മറക്കാതിരിക്കാൻ. അപ്പൊ നമുക്ക് തന്നെ തോന്നലുണ്ടാക്കിയിട്ടുണ്ട്, എന്താ? നമ്മൾ മറക്കുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയാണ്, ഈ ലിസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും എന്നൊരു തോന്നൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആ സിഗ്നൽ നിങ്ങൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി ചെയ്യേണ്ടതെന്ന് അറിയോ? അടുത്ത പ്രാവശ്യം കടയിൽ പോകുമ്പോ ലിസ്റ്റ് എഴുതി വെച്ചോ. അവസാനം ഈ കടയിൽ പോയിട്ട് മറക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്യുക? ലിസ്റ്റ് എഴുതി വെക്കുക, പോക്കറ്റിൽ വെക്കുക. ലിസ്റ്റ് നോക്കാതെ മെമ്മറിയിൽ നിന്ന് അത് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ലിസ്റ്റ് എടുത്ത് നോക്കുക അവിടെ. അപ്പൊ നമ്മുടെ ബ്രെയിനിനെ ആര് ഡെവലപ്പ് ചെയ്യണം? ആരെ ഡെവലപ്പ് ചെയ്യണ്ടേ? നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് CA അല്ല, ഇതിനേക്കാൾ വലിയ കോഴ്സുകൾ അല്ലേ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പോലും നിങ്ങൾക്ക് പോയിട്ട് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ലിമിറ്റ്സ് തീരുമാനിക്കേണ്ടത് ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്.